അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പീസ് റേഡിയോ വിജയപീഠം പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. വിജയപീഠം വിജയത്തെ ആഗ്രഹിക്കുന്ന, ജീവിത വിജയം കൊതിക്കുന്ന ഏതൊരാൾക്കും വഴികാട്ടിയായി നിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരം പ്രോഗ്രാമുകളെ, അതായത് പുതിയ അതിഥികളെ കൊണ്ടുവരികയും അവരുടേതായ കഴിവും പ്രാപ്തിയും അവരുടെ വിജയ വഴികളുമൊക്കെ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് വിജയം അന്വേഷിക്കുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ്. തീർച്ചയായും ഇന്നത്തെ വിജയപീഠം പ്രോഗ്രാമിൽ നമുക്ക് അതിഥിയായി വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി സ്വദേശിയായ ഡോക്ടർ സയ്യിദ് ഷെരീഫ്. അദ്ദേഹം സ്പെയിനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ റിസർച്ച് ഓഫ് കാറ്റലോണിയ, അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്, ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത്. കെമിസ്ട്രിയാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. നമുക്ക് നേരെ അദ്ദേഹത്തെ പരിചയപ്പെടേണ്ടതുണ്ട്. സർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. പിന്നെ വിജയപീഠം പ്രോഗ്രാമിൽ ഇത്തരം പ്രോഗ്രാമുകളെ ഒരുപാട് അന്വേഷിക്കുകയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വഴി തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ആളുകളിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരു വ്യത്യസ്തമായൊരു വിഷയത്തിൻ്റെ കാതലായ ചില വശങ്ങൾ നമുക്കവർക്ക് കേൾപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. സ്വാഗതം ചെയ്യുന്നു പീസ് റേഡിയോ വിജയപീഠത്തിലേക്ക്. താങ്കളുടെ കുടുംബ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ പേര്, വീട്ടിലെ അംഗങ്ങൾ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സയ്യിദ് ഷെരീഫ്. ഞാൻ കടലുണ്ടി സ്വദേശിയാണ്, കോഴിക്കോട് ജില്ലയിലെ. വീട്ടിൽ ഒരു ഇരട്ട സഹോദരനുണ്ട്, കൂടാതെ ഒരു അനിയത്തിയുണ്ട്, പിന്നെ ചെറിയൊരു അനിയനുണ്ട്, പിന്നെ ഉമ്മ ഉപ്പ. ഇരട്ട സഹോദരൻ എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. അവൻ CET കോളേജ് ഓഫ് എൻജിനീയറിംഗ് ട്രിവാൻഡ്രത്തുനിന്ന് BTech കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞിട്ട് അവനിപ്പം നിലവിൽ സൗദിയിൽ വർക്ക് ചെയ്യാണ്. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാണ്, ഒരുമിച്ചാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 വർഷമായി കഴിഞ്ഞിട്ട്. പിന്നെ അവൻ്റെ വൈഫ് എൻജിനീയറാണ്. എൻ്റെ വൈഫ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കി, റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കോഴ്സ്. പിന്നെ ഉമ്മ ഉപ്പ ഉണ്ട്. ഉമ്മ വർക്കിംഗ് ആണ്, KCBയിൽ വർക്ക് ചെയ്യുന്നു. ഉപ്പ പ്രവാസിയാണ്. പിന്നെ അനിയത്തി ഉണ്ട്, എയിംസിൽ പഠിക്കുന്നു. എയിംസിൽ വർക്ക് ചെയ്യുന്നു, നഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, നഴ്സായിട്ട്. അനിയനുണ്ട്, അനിയൻ ചെറിയ ക്ലാസ്സിലാണ്, ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തുടക്കം എന്നുള്ള നിലക്ക് നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുമ്പോൾ എവിടെയായിരുന്നു പ്രൈമറി പഠനം ഒക്കെ? എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത് സാധാരണ സ്കൂളിൽ നിന്നാണ്. ചാലിയം മലയാളം മീഡിയം, ചാലിയത്തെ മലയാളം മീഡിയം സ്കൂളിൽ നിന്നാണ് എൻ്റെ 8 മുതൽ 12 വരെ, +2 വരെയുള്ള പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. 10 വരെ അവിടെ പഠിച്ചു. പിന്നെ +2 അവിടെ തന്നെ സയൻസ് ബാച്ച് എടുത്തിട്ട് സയൻസിലായിരുന്നു ചെയ്തിട്ടുണ്ട്. +2 കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു ഏരിയ തിരഞ്ഞെടുക്കുന്നത്. അതെ. അത് നേരെ സ്പെയിനിലായിരുന്നോ, അതല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള പഠനം? +2 കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാൾ പല എക്സാമുകൾ, എൻട്രൻസ് എക്സാമുകൾ ഓപ്ഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എൻജിനീയറിംഗ്, മെഡിക്കൽ എന്നുള്ളൊരു 2 വേ എടുക്കുമ്പോൾ എനിക്ക് ആ 2 പ്രൊഫഷനോടും, ബയോളജി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബൈഹാർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. തീരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ കാണാതെ പഠിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പേരുകൾ പോലും ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ ആൾക്കാരുടെ പേരുകൾ ചോദിക്കാറുമില്ല, കാരണം എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് പേരുകൾ ബുദ്ധിമുട്ടാണ്. അപ്പം പക്ഷേ കുറച്ച് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. മാത്സ് ഇഷ്ടമാണ്, ഫിസിക്സ് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബയോളജി മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണ്ട എന്നുള്ളൊരു ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊരു എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ +2 നമ്മൾ കോച്ചിങ്ങിനൊക്കെ പോകുമ്പം അവിടെ നിന്ന് കിട്ടിയുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് IAC, ISER എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ISERൻ്റെ എക്സാം വന്നു. അപ്പം അന്നത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു +2 മാർക്ക്
ടോപ്പ് 1% ഓരോ സ്റ്റേറ്റിലുള്ളവർക്ക് ഐസർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം എഴുതാൻ പറ്റും. ഐസർ എന്ന് പറയുമ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അത് അന്ന് 5 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പം 7-8 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിലവിലുണ്ട്. അന്നുണ്ടായിരുന്നത് ഭോപ്പാൽ, മൊഹാലി, പിന്നെ കൊൽക്കത്ത, ട്രിവാൻഡ്രം ഉണ്ട്, പിന്നെ ഒന്ന് പൂനെ. ഇങ്ങനെ 5 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എത്ര വർഷമാണ് അവിടുത്തെ? അവിടെ അതൊരു 5 വർഷത്തെ കോഴ്സാണ്. BSMS എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ്. അത് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് കോഴ്സിൻ്റെ എക്സിറ്റ് ഉണ്ടാവുക. ഇപ്പം കെമിസ്ട്രിയാണ് താങ്കളുടെ വിഷയം. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന കുട്ടികളായിരിക്കും കൂടുതലും. അപ്പോൾ അത് +2 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് തന്നെ കുട്ടികൾ അവരുടേതായിട്ടുള്ള എയിം കണ്ടെത്തുന്നൊരു സമയമാണ്. ഇപ്പോൾ 10ാം ക്ലാസ് ആകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു രസത്തിന് അല്ലെങ്കിൽ തമാശക്ക് പറയാറുണ്ട്, LKGയിൽ കൊണ്ടുപോയി ചേർക്കുന്ന ആ സമയം തന്നെ കുട്ടികൾ ആരായിരിക്കണം എന്ന രക്ഷിതാവിൻ്റെ ഒരു മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേ സെറ്റ് കുട്ടികൾക്കും വേണമെങ്കിൽ അവർ പകർന്നിട്ടുണ്ടാവും. അപ്പം അവിടെ മുതൽ തന്നെ തുടങ്ങുന്നുണ്ടാവാം. പക്ഷേ എന്തായാലും ഒരു 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് കുട്ടിക്ക് അവൻ്റേതായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ്, ഒരു ചോയ്സ് അവൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അധിക കുട്ടികളും ഇപ്പോൾ നമ്മളെ മക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നുകിലൊരു മെഡിക്കൽ ഡോക്ടറേറ്റ് ആ ഒരു ലെവലിലേക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡായിരിക്കും. താങ്കളൊരു പിന്നെ കെമിസ്ട്രി തിരഞ്ഞെടുക്കാനുള്ള അതിലൊരു കെമിസ്ട്രി എന്താണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഫിസിക്സ് ആയിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് സബ്ജക്റ്റ്. കാരണം കുറച്ചും കൂടെ ലോജിക്കൽ കാര്യങ്ങളും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇഷ്ടം ഫിസിക്സിനോടായിരുന്നു. അത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐസറിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആദ്യത്തെ 2 വർഷം ഉദ്ദേശിക്കുന്നത് എല്ലാ സബ്ജക്റ്റുകളും പഠിക്കുക എന്നുള്ളതാണ്. കെമിസ്ട്രി മാത്രമല്ല, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കൂടാതെ എലക്റ്റീവായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നു, എക്കണോമിക്സ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, പിന്നെ ജിയോളജി. 4 സബ്ജക്റ്റുകൾ. ഈ 4 വിഷയങ്ങൾക്കപ്പുറം ഇങ്ങനെയും കുറച്ചും കൂടെ വിഷയങ്ങളുണ്ടായിരുന്നു നമുക്ക് ചൂസ് ചെയ്ത് എലക്റ്റീവ് കോഴ്സസ് ആയിട്ട്. അപ്പം അതിൽ നിന്ന് ഒരു 2 വർഷം കഴിഞ്ഞപ്പം കെമിസ്ട്രിയാണ് കുറച്ചും കൂടെ എന്നെ ഫിസിക്സിനെക്കാട്ടും ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ളൊരു ഒരു ടേസ്റ്റ് കിട്ടിയപ്പം നേരെ കെമിസ്ട്രി എടുത്ത് കണ്ടിന്യൂ ചെയ്യാണ് ഉണ്ടായിരുന്നത്. അപ്പം 3ാമത്തെ വർഷം മുതലാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഫീൽഡിലേക്ക്. ആ കോഴ്സിന് അങ്ങനെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ 5 വർഷത്തെ പഠനം. അത് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും PG കഴിഞ്ഞതുകൊണ്ട് അവസാന വർഷം നമുക്ക് മുഴുവനായിട്ട് റിസർച്ചാണ് ഉണ്ടായിരുന്നത്. കോഴ്സ് വർക്ക് പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഓപ്ഷണലായിട്ട് നമുക്ക് എക്സ്ട്രാ കോഴ്സസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ അവസാന വർഷം ഞാൻ എൻവയോൺമെൻറ്റ് സയൻസിലൊരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് പുറമെ. പക്ഷേ അത് ഓപ്ഷണലായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു വർഷം മുഴുവനായിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. മൊത്തം പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് അങ്ങനെയാണ്. അവസാന ഇയർ കംപ്ലീറ്റ് ആയിട്ട് റിസർച്ച് ചെയ്യുക. നമ്മൾ ലാബിൽ കയറുക, ഒരു ഫാക്കൽറ്റി, ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഫാക്കൽറ്റി ഗൈഡ് ഉണ്ടായിരിക്കും. ഒരു PhD-ക്കാർ എന്താണോ ഫസ്റ്റ് ഇയറിൽ ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലല്ല, ഒരു സെക്കൻഡ് ഇയറിൽ എന്താണോ ചെയ്യുക അവർക്ക്. കാരണം അതിന് മുമ്പ് തന്നെ നമുക്ക് ലാബും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ എനിക്ക് +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്, കെമിസ്ട്രിയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയറിലുള്ള ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കണക്കിലാക്കിയിട്ടാണ് തേർഡ് ഇയറിൽ കെമിസ്ട്രി എന്നുള്ള ഫീൽഡ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. അതിനൊരു ഗൈഡ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? അതെ. നാഷണൽ ഇമ്പോർട്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നൊരു ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓൾറെഡി നിലവിലുണ്ട്. അപ്പം അതിൽ പല രീതിയിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കോഴ്സസിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, കോഴ്സസിനെ ഏത് കോഴ്സാണോ നിങ്ങൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ IIT തന്നെ ചൂസ് ചെയ്യുക. അതല്ല സയൻസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി സയൻസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐസറോ അല്ലെങ്കിൽ IACO ചൂസ് ചെയ്യുക. ഈവൻ പക്ഷേ IITസിലും സയൻറ്റിഫിക് റിസർച്ചസ് നടക്കുന്നുണ്ട്. പക്ഷെ അത് അപ്ലൈഡ് ലെവൽ സ്റ്റഡീസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വേറെ ഒന്നുണ്ട്, എവിടെ പഠിച്ചതാണെങ്കിലും ഒരു ഹയർ ലെവലിലേക്ക് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ സീക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിസർച്ചിലേക്ക് വന്നിട്ടുള്ളവരാണ്. എൻ്റെ കൂടെ ഞാനിപ്പോൾ PhD ചെയ്യുന്ന സമയത്ത്
സ്വിറ്റ്സർലാൻഡിലെ EPFL എന്ന് പറഞ്ഞ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. EPFL എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൽ നല്ല ടോപ്പ് റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് വേൾഡിൽ തന്നെ. വിത്തിൻ 7th വരുന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ETH സൂറിച്ചുണ്ട്. അവിടുന്ന് ETH സൂറിച്ചിൽ നിന്ന് PhD കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഞാൻ PhD ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസിന് വന്നിട്ടുണ്ടായിരുന്നു. മലയാളി തന്നെ. അപ്പം ട്രിവാൻഡ്രത്തുള്ളതാണ്. അപ്പോൾ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടറാവും. കാരണം IT ആണ് BTech. BTech IT കഴിഞ്ഞിട്ട് പോണ്ടിച്ചേരിയിൽ നിന്ന് ഫോട്ടോണിക്സിൽ MTech ചെയ്തു. IT ആണ് BTech കഴിഞ്ഞിട്ട് ഫോട്ടോണിക്സിൽ പിന്നെ എല്ലാ ഓപ്ഷൻസും ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ ഫോട്ടോണിക്സ് നാനോ ടെക്നോളജിയിലാണ് BTech പോണ്ടിച്ചേരി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാനോ ടെക്നോളജി എന്നുള്ള ആ ടേസ്റ്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയപ്പോൾ അതിലേക്ക് പിന്നെ കെമിസ്ട്രി, നാനോ എന്ന് പറഞ്ഞ ടെക്നോളജി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിലേക്ക് എത്തും. ഒരു ഡയറക്റ്റ് ഒരു വിൻഡോ ആണ്. പിന്നെ കെമിസ്ട്രിയിലേക്ക് വരികയാണ്. അത് ബാച്ചിലേഴ്സിൽ എന്താണോ എടുത്തത് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സംഗതിയാണ് PhDക്ക് ചൂസ് ചെയ്യുന്നത്. പിന്നെ PhDക്ക് പിന്നെ ലാബിലും കാര്യങ്ങളിലൊക്കെ സിന്തസിസും കാര്യങ്ങളും ഇലക്ട്രോ കെമിസ്ട്രിയും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് ജേണിയാണ് എടുത്തത്. അപ്പം നമ്മൾ എന്ത് പഠിച്ചാലും നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, എന്നിട്ട് PhD ചെയ്യുന്നത് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് PhD ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചാലും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് മേഖലയിലേക്കും നമുക്ക് തിരിയാവുന്നതാണ്. എനിക്കും അപ്പോൾ അവിടെ ഒരു വലിയ സന്ദേശമാണ് ഡോക്ടർ കൊടുത്തിട്ടുള്ളത്. വെച്ചാൽ പിന്നെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്നൊരു ഡൈവേർഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വഴികളുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ ഉള്ളേ സത്യത്തിൽ? ഇവിടുത്തെ ഒരു പഠന സാഹചര്യവും ഇവിടുത്തെ സിലബസും അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ കുറേ ചേഞ്ചസ് ആവശ്യമുണ്ട് എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. മൊത്തത്തിൽ സ്കൂളിങ്ങിലാണെങ്കിലും, കാരണം കുറേ സമയം സ്കൂളുകളിൽ ചിലവഴിച്ചിട്ട് ഇപ്പം നിലവിൽ നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കുട്ടിക്ക് ട്യൂഷൻ വിടും. അത് കഴിഞ്ഞ് കുട്ടി വീട്ടിൽ വന്നിട്ട് മൂന്നാമത് സ്വന്തമായിട്ട് പഠിക്കും. സെൽഫ് സ്റ്റഡി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, സ്കൂളിങ് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ക്വാളിറ്റി സ്കൂളിംഗ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ട്യൂഷൻ വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടി പഠിക്കുന്നത് സെയിം സംഭവം തന്നെയാണ് സ്കൂളിലും ട്യൂഷനിലും പഠിക്കുന്നത്. പക്ഷേ ആ സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ സമയം നമുക്ക് വേറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ തോന്നുന്നു എനിക്ക് IT സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാളം മീഡിയം അല്ലെങ്കിൽ കേരള സിലബസിൽ. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം IT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് മൗസ്, കമ്പ്യൂട്ടർ, കീബോർഡ് ഇതൊക്കെയാണ് പരിചയപ്പെടുന്നത്. കുട്ടി മൊബൈലിലാണ് ജനിക്കുമ്പോൾ തന്നെ മൊബൈലിലാണ്. മുമ്പിലാണ്. അപ്പോൾ എത്രയോ പിറകിലാണ് നമ്മുടെ സിലബസ് കിടക്കുന്നത്. അപ്പോൾ അതിനൊന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നത് നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. പിന്നെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ AIO അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്തായാലും വേണം. കാരണം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭാഷ പോലെ നമ്മൾ കാണേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതൊരു വലിയ സംഭവമൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ചെറിയ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റേണ്ട ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും, അതിന് ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കും പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പം കാരണം ഏത് സബ്ജക്റ്റ്, കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ എക്കണോമിക്സ് ആണെങ്കിലും കൂടി പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത് പല രീതിയിൽ നമ്മളെ സഹായിക്കും. കാരണം അൽഗോരിതം ആണല്ലോ, അൽഗോരിതം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം പ്രോഗ്രാമിംഗ് വേ ഓഫ് തിങ്കിങ് എന്നുള്ളത് അത് നമ്മൾ വെറും പ്രോഗ്രാമിംഗ്, നമ്മൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവുക എന്നുള്ളതിന് പുറമെ അതൊരു പ്രോപ്പർ വേ ഓഫ് തിങ്കിങ് എന്നുള്ളൊരു സംഗതിയിലേക്ക് നമ്മൾ എത്തിക്കും. ഒരു പ്രോഗ്രാം, അതായത് നമ്മുടേതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അത് ഒരു പ്രോഗ്രാമിംഗ് വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അത് ലോജിക് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ചെയ്തു, അടുത്ത സ്റ്റെപ്പ് ചെയ്തു എന്നുള്ള ആ ഒരു വേ ഓഫ് തിങ്കിങ്ങിലേക്ക് നമ്മൾ എത്താം. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രൈമറി ലെവലിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ +2 കൊടുത്തിട്ട് അല്ല. അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനർത്ഥം പൈതൺ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പ്രൈമറി ലെവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതല്ല. പക്ഷേ ലോജിക്
നമ്മൾ അൽഗോരിതംസ് ഒക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഗ്രാം റൈറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ലെവലിൽ തന്നെ കുട്ടികൾക്ക് എത്തിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മളെ സിലബസിൽ മിസ്സിംഗ് ആണ്. പിന്നെ കൂടാതെ +2 ഒരു സയൻസ് എടുക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് സയൻസ് എന്താണെന്നുള്ളത് ഓൾറെഡി അറിയാം. അതെ. പക്ഷേ നിലവിൽ +2 ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന സംബന്ധിച്ചിടത്തോളം ആ കുട്ടി സോഷ്യൽ എന്നുള്ള ഒരു സബ്ജക്റ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. കൊമേഴ്സിനെ പറ്റിയിട്ട് സോഷ്യലിൽ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നത്, ഇപ്പം കൂടുതൽ ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. അപ്പം അപ്പോൾ കൊമേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റൊക്കെ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം കാരണം ഒരു എത്രയോ ശതമാനം കുട്ടികൾ കൊമേഴ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സയൻസ് ഡിമാൻഡിങ് ആണെങ്കിലും കൊമേഴ്സ് എടുക്കുക. പക്ഷേ ഈ കുട്ടികൾ എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടല്ല എടുക്കുന്നത്. അക്കൗണ്ടിങ് ഉണ്ട് എന്നൊക്കെ പറയാം, സ്വാഭാവികമായിട്ടും അതിലേക്കാണ് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതപ്പോൾ അറിഞ്ഞിട്ടോ രുചിച്ചിട്ടോ അല്ല ഇതെടുക്കുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് കുറച്ചും കൂടെ സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും അറിയെങ്കിലും കൂടി. പക്ഷേ നമ്മളൊരു സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ബേസ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. അതാണ് പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ സിസ്റ്റം കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പേരൻറ്റിങ്ങിന് കൊടുക്കാൻ പറ്റേണ്ടതുണ്ട്. ഓക്കെ. അപ്പം ഇത്തരമൊരു സിസ്റ്റത്തിൽ ചില പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പിന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്കാകുമ്പോൾ നിലവിലുള്ള കോളേജ് സിസ്റ്റം നിലവിൽ ഫോളോ ചെയ്യുന്നത് സ്കൂൾ സിസ്റ്റത്തെയാണ്. അപ്പം നമ്മൾ കോളേജിൽ കൂടുതലായിട്ട് എലക്റ്റീവുകൾ തിരഞ്ഞെടുക്കുവാൻ പറ്റുന്ന ഒരു ഓപ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടേണ്ടതുണ്ട്. എന്നാലേ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് വ്യത്യസ്ത ഫീൽഡുകളും കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ രുചി ഇതല്ല, എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന മേഖല ഇതല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും. അവൻ്റെ കരിയറിനാണെങ്കിലും അവൻ്റെ മറ്റേത് നമ്മൾ ചിലവരല്ലേ ജോലി ഭയങ്കര സ്ട്രെസ്സാണ്. ജോലി സ്ട്രെസ്സാന്ന് പറയുന്നതിന് കാരണം ജോലി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, അതായത് അതിനു വേണ്ടി മാത്രം പഠിച്ചു, നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്നത്. ജോലിയിൽ കൂടി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു ജോലിയായി കാണാതെ നമുക്ക് ഇഷ്ടപ്പെട്ടത് പഠിക്കുക, ഇഷ്ടപ്പെട്ടത് ചെയ്യുക. സ്വന്തം അനുഭവത്തിൽ നിന്ന്, അഥവാ അപ്പം നമ്മൾ ഒരു കെമിസ്ട്രി പറഞ്ഞല്ലോ, ഇപ്പോൾ കെമിസ്ട്രി തിരഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ഒരു കോഴ്സായിട്ടോ? അതല്ലെങ്കിൽ കെമിസ്ട്രി തിരഞ്ഞെടുത്ത ശേഷം ഞാൻ എൻവയോൺമെൻറ്റ്, എനിക്ക് ജിയോളജി എന്നുള്ള സബ്ജക്റ്റും കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെവലപ്പായി വന്നിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ മേജർ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് മൈനർ ഡിഗ്രി മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. മൈനർ ഡിഗ്രി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കെമിസ്ട്രിക്ക് പുറമെ പഠിച്ചിട്ടുണ്ടായിരുന്നത് എൻവയോൺമെൻറ്റ് സയൻസ് എന്നുള്ളൊരു ഫീൽഡായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂട്ടിക്കൊണ്ടുപോകുന്നതിന് പ്രയാസമില്ല. ഒരു ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഉപകാരപ്പെടും. ഒരു വിജയം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പം ഏതെങ്കിലും ഒരാൾ ഡയറക്റ്റ് ചെയ്തു കൊടുത്തിരിക്കുന്ന വഴിയിലൂടെ പോകുന്നതിന് പകരം അതാവാം, അത് കുഴപ്പമില്ല, പക്ഷേ ഇതാണ് എൻ്റെ തലം അല്ലെങ്കിൽ എൻ്റെ മേഖല ഇതാണ് എന്ന് കണ്ടെത്തി പോകുന്നത് ഒന്നുകൂടെ നമുക്കൊരു സാറ്റിസ്ഫൈ ഉണ്ടാവാം. ശരി. അപ്പം നമുക്ക് ഇനിയിപ്പം താങ്കളുടെ ഈ മേഖലയിൽ എന്ത് ഒരു കൈവരിച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ എത്തിപ്പെട്ട മേഖല എവിടെ, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചൊന്ന്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഐസറിന് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നെറ്റും JRF എക്സാമുകൾ എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നാണെങ്കിലും എനിക്ക് നാട്ടിൽ PhD ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമല്ല എന്ന് പറഞ്ഞെങ്കിൽ അതിനുള്ള കാരണം എനിക്ക് ഐസർ ഭോപ്പാൽ നാട്ടിലെ PhD എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. നമ്മളെ ഐസർ ഭോപ്പാലിൽ അവിടെ ഇഷ്ടംപോലെ PhDs ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 22 കഴിയണ്ടേ, 22 ഇയേഴ്സ് കഴിയണമല്ലോ MSc കഴിയണമെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളൊരു അഡൽട്ട് ലെവലിലെത്തി. പക്ഷേ അപ്പോഴും നമ്മളെ ഒരു കുട്ടിയായി കാണുന്ന അല്ലെങ്കിൽ നമ്മളോട് വർക്ക് ചെയ്യാൻ പറയാം ഫുൾ ടൈം
24/7 വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരു അഡൾട്ട് ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഇന്ത്യയിൽ PhD വളരെയധികം അസാധ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മൊത്തത്തിൽ എല്ലാവരെയും അടച്ചേക്ഷിപ്പിക്കുകയല്ല, പക്ഷേ ഓരോരുത്തരുടെ സാധ്യതകളാണല്ലോ. അപ്പോൾ നമ്മൾ ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇവിടെ നാട്ടിലെ കോളേജിൽ PhD ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആ അനുഭവങ്ങൾ സയൻസിൻ്റെ കാര്യമാണ്, സയൻസിൽ ഉണ്ടാവണമെന്നില്ല, കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും. പക്ഷേ നമ്മളൊരു IIT ലെവലിലേക്കോ അല്ലെങ്കിൽ IISc IIS ലെവലിലേക്കോ ഈവൻ ടിഫർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അങ്ങനെയുള്ള ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ വർക്കിംഗ് പ്രഷർ കൂടുതലായിരിക്കും, അതിൻ്റെ സമയം കൂടുതലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കും സങ്കടമുള്ള ഒരു ഉദാഹരണമാണ്. എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുമ്പം എൻ്റെ അതേ ലാബിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവൾ PhDക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഇയർ എൻ്റെ കൂടെ തേർഡ് ഇയറിന് കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ PhD സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ PhD കഴിഞ്ഞു, 2 മാസങ്ങൾക്ക് ഒക്ടോബർ 16 ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ 6 വർഷം എടുത്തു. 6 വർഷം എടുത്തിട്ടും PhD കംപ്ലീറ്റ് തീസിസ് വെച്ചു, പക്ഷേ പബ്ലിക്കേഷൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു പ്രഷറിനെ കൊണ്ടും. കാരണം അതിന് ഗൈഡ് ഒരു റീസണാണെന്ന് വെച്ചാൽ റീസണാണ്. കാരണം ഗൈഡിനെ സംബന്ധിച്ചിടത്തോളം ഗൈഡ് നല്ല ഹൈ ലെവലിൽ നെതർലാൻഡിൽ നിന്ന് കഴിഞ്ഞ് ഓക്സ്ഫോർഡിൽ നിന്ന് പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞിട്ടാണ് ഗൈഡ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗൈഡിൻ്റെ മനസ്സിൽ ടോപ്പ് ലെവലിലുള്ള ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അനുവദിക്കുന്നില്ല. ഒന്ന് ചെറുത് എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് ആ സ്കെയിലൊന്നും ലേക്ക് കുറച്ചൊന്നും താനും കൂടി അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രഷർ ഇവിടെ കൂടുതലാണ്. അതുകൊണ്ടാണ് IITസിലാണെങ്കിലും ഇവിടെ ആത്മഹത്യകൾ കൂടാനുള്ള റീസൺ ഭയങ്കര പ്രഷർ. കാരണം IIT മദ്രാസിലാണ് ഭയങ്കരമായിട്ടുള്ള ആത്മഹത്യകളുണ്ട്, BTech സ്റ്റുഡൻസിൻ്റെ അടുക്കും PhDസിൻ്റെ അടുക്കൊക്കെ ആയിട്ട്. അപ്പോൾ ആ സ്ട്രെസ്സ് അങ്ങനെ പണിയെടുക്കേണ്ട. പക്ഷെ പുറത്തുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജോബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പുറത്ത് പഠനം അതൊരു ജോബായിട്ട് പരിഗണിക്കും. നമുക്ക് കുറേ ഫ്രീഡം ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കല്യാണം, വിവാഹ ജീവിതത്തിലേക്കൊക്കെ ഇവിടെ കടക്കാൻ പ്രയാസമാണ്. നാട്ടിൽ PhD നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ അൽഹംദുലില്ലാ അവർക്ക് അതിന് പറ്റട്ടെ. പക്ഷേ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫേസാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം പിന്നെ കൂടാതെ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ട് ഉണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് ചലഞ്ചിങ് ആണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് JRF ഉണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നാട്ടിൽ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഒരു നല്ലൊരു ഫാക്കൽറ്റിൻ്റെ അടുത്തൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കാന സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കണ്ണൂർക്കാരൻ ഫാക്കൽറ്റിയാണ്. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് പോകേണ്ടിരുന്നത് ഈ കാരണം കൊണ്ടാണ്. കുറച്ച് ചലഞ്ചിങ് ആണ് നാട്ടിൽ PhD ചെയ്യാന്നുള്ളത്. പിന്നെ കൂടാതെ നമ്മൾ ഹയർ എഡ്യൂക്കേഷന് പോകണമല്ലോ. ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല സ്ഥലത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു നല്ലൊരു വാല്യൂ കിട്ടുന്ന സ്ഥലത്ത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു എപ്പിസോഡിൻ്റെ ടൈം ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു സമയം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. അത് മറ്റൊരാൾ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നമുക്കൊരു ലക്ഷ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആവുക. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു വഴി തിരഞ്ഞെടുക്കാനും നല്ലൊരു മാർഗം അതിലൂടെ നേടിയെടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ലക്ഷ്യമാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള ഘടകം എന്നാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.